ഏലിയ പ്രവാചകൻ ഏലീശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്നിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? എലീശയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എന്തിനപ്പ ഇപ്പൊ ഇരട്ടി? ഏലിയയുടെ ആത്മാവിന്റെ പങ്ക് നമ്മൾ കണ്ടതാ അല്ലേ? പ്രാർത്ഥിച്ച കർമ്മേൽ മലയിൽ അഗ്നി ഇറക്കുന്ന ആ ശക്തി നമ്മൾ കണ്ടതാ. ശരവേഗത്തിൽ ഓടാൻ കഴിയുന്ന ഏലിയായുടെ ആ ഒരു പ്രകടനം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന അത്ഭുത സിദ്ധി, എണ്ണയും മാവും വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷ, ഇതെല്ലാം നമ്മൾ കണ്ടതാ. പിന്നെ എന്തിനാ ഇപ്പൊ ഇരട്ടിപ്പങ്ക്? എന്താ കാര്യമെന്ന് നമ്മളൊന്ന് ഏലീശയോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ചോദിച്ചാൽ പ്രവാചകൻ ഇന്നും പറയും, എടോ, ഏലിയ ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോൾ ഞാൻ ഏലീശ ജീവിക്കുന്നത്. ഇന്ന് നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അന്നത്തെ വെല്ലുവിളികളല്ല ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ, വിശ്വാസ ജീവിതം നയിക്കാൻ. ഇന്നാണെങ്കിൽ പറയും, കർത്താവേ, 2 ഇരട്ടി പോരാ, ഇന്ന് ജീവിക്കണമെങ്കിൽ 10 ഇരട്ടി ആത്മാവിന്റെ പങ്ക് വേണം. നമ്മുടെ പുതിയ തലമുറ ഇതിലും കൂടിയ വെല്ലുവിളികളിലൂടെയാണ്, നമ്മൾ കടന്നു പോകുന്നതിനെക്കാട്ടിലും വലിയ വെല്ലുവിളികളിൽ കൂടെയാണ് നമ്മുടെ ഇനി വരുന്ന തലമുറ കടന്നു പോകുന്നത്, ഇപ്പോൾ ഉള്ള തലമുറ കടന്നു പോകുന്നത്. വിശ്വാസ ജീവിതം നയിക്കേണ്ട വെല്ലുവിളികൾ, എങ്ങനെ ഇതിനൊക്കെ മറുപടി പറയുമെന്നുള്ള വെല്ലുവിളികൾ, ജീവിതത്തിന്റെ വെല്ലുവിളികൾ, അല്ലെ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ഏലിയായ്ക്ക് അന്നൊരു ആഹാബിനെയോ ഒരു ജസബലിനെയോ ഭയപ്പെട്ടാൽ മതിയായിരുന്നു. ഇന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റും അനേകം ജസബൽ സ്പിരിറ്റുമായിട്ട് നടക്കുന്നവരാണ് കൂടുതലും. ആഹാബിന്റെ വംശത്തിൽപ്പെട്ടവരാണ് കൂടുതലും നമ്മുടെ പൗരോഹിത്യ മേഖലയിൽ വരെ ഉള്ളത്, അല്ലേ? കിട്ടിയ കൃപ പലപ്പോഴും ചോർന്നു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ അന്നത്തെക്കാട്ടിലൊക്കെ ഒരുപാട് ഇരട്ടിയുടെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയി. വിശ്വാസ ജീവിതത്തിന്റെ വെല്ലുവിളികൾ, കള്ള ഉപദേശങ്ങൾ, നുണവചനങ്ങൾ, ആത്മീയ കപടതകൾ, ആത്മീയ കച്ചവടങ്ങൾ, ഇതെല്ലാത്തിന്റെ മുമ്പിൽ ഇതിൽ ഏതാണ് ശരി, ഏതാണ് ഫേക്ക്, ഏതാണ് റിയൽ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇതെല്ലാം കലങ്ങി കെട്ടിക്കിടക്കുക. ഏലിയായുടെ കാലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, മഴ കിട്ടാത്തതായിരുന്നു പ്രശ്നം. 2-3 വർഷമായിട്ട് നാട്ടിൽ മഴയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ക്ഷാമമായി, ദാരിദ്ര്യമായി. ഒരു മഴ കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ അന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പഴയ തലമുറ ഇത് കണക്കൊക്കെ തന്നെയാ അല്ലേ? ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും ഒരു സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ അവർ പരമ ഹാപ്പി. പക്ഷെ ഇന്ന് അതാണോ? ഇന്ന് ഉണ്ണണമെങ്കിൽ ഇതിൽ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനില്ല. ഉടുക്കണമെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ഏത് ഇന്ന് ഉടുക്കണമെന്നുള്ളതാണ്. ഇന്ന് കല്യാണത്തിനിട്ടത് അടുത്തൊരു കല്യാണത്തിന് ഇടാനായിട്ട് നമുക്ക് പറ്റാത്ത ആ കൺഫ്യൂഷന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട് ഏലീശ പ്രവാചകന്റെ കാലഘട്ടം. അവിടെ ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുടിക്കാൻ വെള്ളമുണ്ട്, പക്ഷെ വായിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം അത് വിഷജലമാണ്, മലിനജലമാണ്. 2 രാജാക്കന്മാർ 4:38 വരുമ്പോഴത്തേക്കും ഒക്കെ കാണാനായിട്ട് സാധിക്കുമല്ലേ? ഗിൽഗാലില് അവർ സമ്മേളിച്ചിരിക്കുന്ന സമയത്ത് വലിയ കലത്തിൽ അവർ മാവ് വെച്ചിട്ട് ആ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് മാവ് വെച്ചു, മാവിട്ടു. പക്ഷെ എന്താ പറ്റുന്നത്? കുറച്ച് ആൾക്കാർ പോയി ചീരയും പറിച്ച് അതിന്റെ കൂട്ടത്തിൽ ഇട്ടു, എല്ലാം ഇട്ടു. പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ എഴുതിയേക്കുന്നത് ഇറ്റ് കോസസ് ഡെത്ത് ആൻഡ് ഇൻഫെർട്ടിലിറ്റി. NLT എന്ന് പറയുന്ന ആ വേർഷനിൽ, കാത്തലിക് എഡിഷനിൽ അവിടെ എഴുതിയേക്കുന്നത് ഡെത്ത് ആൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് മരണവും ഗർഭനാശവും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണ് അല്ലേ? അതായത് തലമുറകളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനുള്ള വിഷം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. ഇന്ന് നമുക്ക് പറ്റുന്നതല്ലേ? കഴിക്കാൻ ആഹാരമുണ്ട്. നമ്മുടെ പ്രശ്നം ഇത് തന്നെയല്ലേ? വചന ശുശ്രൂഷയ്ക്ക് ഒരു കുറവുമില്ല. ആത്മീയ ആചാര്യന്മാരാണെങ്കിൽ നല്ല അടിപൊളിയാണ്, തിരുവാതിര വരെ കളിക്കും അല്ലെ? ആത്മീയതയിലും ആചാര്യന്മാരിലും എല്ലായിടത്തും നമ്മുടെ ശുശ്രൂഷകളിലും വചന പ്രഘോഷണ രംഗത്തും എല്ലാം വിഷം കലർന്നിരിക്കുക. ഇതിൽ നിന്നൊരു ഉണർവ് സഭയ്ക്ക് ലഭിക്കാനായിട്ട്, ഈ മലിനജലത്തിന്റെ ഉറവകളെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് ആളില്ല. കാരണം ഇതിൻ്റെ അകത്തെല്ലാം മാലിന്യം കലർന്നിരിക്കുന്നു, വിഷം കലർന്നിരിക്കുന്നു, ലോകം കലർന്നുപോയി. ലോകം ഏതാണ്, സഭ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ മലിനജലത്തിലേക്ക് ഏലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പിടി ഉപ്പ് എനിക്കിടാൻ തരുമോ? ഒരു പിടി ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി. ഈ ലോകത്തിന്റെ ഉപ്പാകണം എന്ന് കർത്താവ് പറഞ്ഞേക്കുക അല്ലെ? ഈ നമ്മൾ ഇന്ന് കണ്ട് പകച്ചു നിൽക്കുന്ന ഈ മലിനതയ്ക്ക് മുൻപിൽ ഇതിനെ ഒന്ന് നേരെയാക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാലിന്യം മാറ്റാനായിട്ട്
കർത്താവ് ഇന്നും ചോദിക്കുക, ഒരു പിടി ഉപ്പ് മതി, കുറച്ച് ആൾക്കാർ മതി, ഇതിനെതിരെ പ്രതികരിക്കുന്ന കുറച്ച് യുവജനങ്ങൾ മതി, സത്യം അറിയുന്ന ആത്മാവുള്ള ഒരു കുഞ്ഞു ജനത മതി. കർത്താവ് അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 2 രാജാക്കന്മാർ 4:38 വരുമ്പോഴത്തേക്കും അവിടെ ഗിൽഗാലില് കലമുണ്ട്, മാവുണ്ട്, താഴെ തീയിട്ട് മാവ് വേവിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ പക്ഷെ കഴിച്ചാൽ എന്ത് പറ്റും? ഡെത്ത് ആൻഡ് ഇൻഫെർട്ടിലിറ്റി, മരണവും ഗർഭനാശവും ഉറപ്പാണ്. ഇന്ന് നമ്മുടെ ആത്മീയതയിലും പെരുന്നാളുണ്ട്, ഓണമുണ്ട്, അൾത്താരയിൽ വരെ സദ്യ വിളമ്പുന്നു, മദ്ബഹായിൽ അത്ത വിടുന്നു. മാവേലി ഏതാണ്, കർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മാവേലി തന്നെയാണ് കർത്താവ് എന്ന് പറയുന്നു, കർത്താവ് തന്നെയാണ് മാവേലി എന്ന് പറയുന്നു. തീയുണ്ട്, ഡിസ്നി പാർക്കിനെ വെല്ലുന്ന തരത്തിലുള്ള, യഥാർത്ഥ തീയല്ല കേട്ടോ, ഡിസ്നി പാർക്കിനെ വെല്ലുന്ന തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ള മണിഗോപുരങ്ങൾ നമുക്കുണ്ട് പെരുന്നാളുകളിൽ. എലീശ പറഞ്ഞു, ഒത്തിരി വേദനയോടെ എലീശ പറയാണ്, ഒരു പിടി മാവ് മതി, എനിക്ക് ഒരു പിടി മാവ് തരുമോ ഈ മാവിനെ ശുദ്ധീകരിക്കാൻ? സഭ മുഴുവൻ മലിനപ്പെട്ടിരിക്കുമ്പോഴും ദൈവമനുഷ്യൻ പറയുകയാണ്, ഇതൊന്ന് ശുദ്ധീകരിക്കാൻ കുറച്ച് പേരെ മതി, ഒരു പിടി മാവ് മതി. ഈ കുറച്ച് ചെറുപ്പക്കാർ ഇതിനെതിരെ മുന്നോട്ട് വന്നാൽ, സെന്റ് പോൾ പറയുന്നത് പോലെ ഇന്ന് മറ്റൊരു യേശുവിനെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. മാവേലിയെ യേശുവായിട്ട് കമ്പയർ ചെയ്യുന്നു, യേശുവിനെ മാവേലിയായിട്ട് കമ്പയർ ചെയ്യുന്നു. ഉടമ്പടിയിൽ ഒപ്പിട്ട മാതാവിന്റെ അനുഗ്രഹം, മാതാവ് കരുണയുടെ അമ്മയാണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് സത്യം? മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മത്തായി 27:17 2 കഥാപാത്രങ്ങളെ നമുക്കിന്നൊന്ന് ആ സെനാറിയോ ഒന്ന് കാണാം. പീലാത്തോസ് 2 പേരെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇത് ബറാബാസ്, ഇത് യേശു, നിങ്ങൾക്ക് ആരെ വേണം? ബറാബാസ് എന്ന് പറഞ്ഞാലും വാക്കിന്റെ അർത്ഥം ബർ അബ്ബാസ്, പിതാവിന്റെ മകൻ. യേശുക്രിസ്തുവിനെയും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവപിതാവിന്റെ ഏകപുത്രൻ. പേര് രണ്ടും സെയിം ആണ്. ഇന്ന് കാണുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം ഫേക്ക് ഏതാണ് റിയൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ലോകത്തിന് അന്ന് പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഞങ്ങൾക്ക് ബർ അബ്ബാസിനെ മതി, ലോകത്തിന്റെ പിതാവിനെ മതി, ലോകത്തിന്റെ മോഹങ്ങളെ മതി, ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെ, ആഘോഷങ്ങളെ മതി, ഞങ്ങൾക്ക് യഥാർത്ഥ യേശുവിനെ ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ആ ഒരു പിടി, എലീശ ചോദിച്ച ഒരു പിടി മാവാകാനായിട്ട്, ആ ഒരു പിടിയിലെ ഒരു കണികയാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എലീശ ചോദിച്ച ഒരു പിടി ഉപ്പ്, ആ ഒരു പിടിയിലെ ഉപ്പിലെ ഒരു തുള്ളി ഉപ്പാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അത് മതി നമ്മുടെ സഭയെ ഒന്ന് ശുദ്ധീകരിക്കാൻ. ചിന്തിക്കാം, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. കർത്താവിന്റെ മണവാട്ടിയായി ഒരുങ്ങേണ്ട സഭ ഇന്ന് ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കാം. തിരിച്ചുവരവ് ഇനിയും സാധ്യമാണ്. കൃപായുഗം അവസാനിച്ചിട്ടില്ല. പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.